ഹായ്, വെൽക്കം ടു ശ്രീജിത്ത് ബില്ലാസ്. നമ്മൾ പുതിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നോക്കാം എങ്ങനെ വരും ഇല്ലാന്ന്. ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലംബിങ്ങിൻ്റെ പരിപാടിയാണ്, അത് കാണിച്ചു തരാം. നമ്മുടെ 16mm ഈ പൈപ്പ് ഹോളാക്കുന്ന ഒരു സംഭവമാണ്, ചെറിയൊരു ടൂളാണത്. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോളാവും. പിന്നെ ആ ഹോളിലേക്ക് നമ്മൾ ഈ ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കാണിച്ചു തരാം. ഹോൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിയർ കണ്ടോ, ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്യണേ ഉള്ളൂ. കണ്ടോ, ഹോളായി. ഇനി ആ ഹോളിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ പൈപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ അത് ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും. ഇതിൽ 16mm പൈപ്പിൽ നമ്മൾ രണ്ട് രീതിയിൽ സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് 16mm പൈപ്പിൽ തന്നെ പഞ്ച് ചെയ്തിട്ട് സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ കാണിച്ച പോലെ ഓട്സ് ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് അതിൽ നിന്നും കൊണ്ടുപോയിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ താഴത്തേക്കും സ്പ്രിംഗ്ലർ ഇട്ടിട്ടുണ്ട്. ഇത് 16mm ഓസിൽ പോകുന്നതാണ്. കണ്ടോ എത്ര ദൂരം പോകുന്ന നോക്കിയോ. ഏകദേശം 4 മീറ്റർ 5 മീറ്ററിന് മുകളിലാണ് ഇത്. ഈ ഒരൊറ്റ ചെറിയൊരു ഓട്ടം ഇട്ടപ്പോൾ തന്നെ ഇത് പോകുന്നത്. അത്രയ്ക്കും ഫോഴ്സിലാണ് ഇത് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മീറ്റർ റേഡിയസിൽ കറക്റ്റ് വട്ടത്തിലാക്കാൻ പറ്റും. അത്രയും പ്രഷറിലാണ് ഈ പറഞ്ഞ പൈപ്പിൽ വെള്ളം പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ഓസ് കൊടുക്കാം. ഇതൊന്നുകൂടോ. ഇതൊക്കെയാണ് അടുത്ത പ്രശ്നം, ഇല ചുരുളിക്കുക. ഓരോ ഫംഗസ് വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമാണ്. ഇത് പുകല വെള്ളത്തിലിട്ടിരിക്കുകയാണത്. പുകല വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു എസെൻസ് നമ്മൾ എടുക്കും. ഇത് പിന്നെ നീം, അതായത് വേപ്പിൻ്റെ ഓയിൽ, വേപ്പെണ്ണ. പിന്നെ ഇത് സ്റ്റാർച്ച്. 1 ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു 10 ml എല്ലാം കൂടെ എടുത്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങൾക്കൊക്കെ ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന വേറൊരു ചെറിയൊരു ടെക്നിക്ക്. നമ്മുടെ വെള്ളരിക്കുട്ടന്മാർ ഉണ്ടായിട്ടുണ്ട്. ചോളം ഒരു സൈഡിൽ സൂപ്പറായിട്ട് വരുന്നുണ്ട്. പയറുകൾ മെല്ലെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൈപ്പയ്ക്ക അണ്ണന്മാർ നമ്മളൊരു 4-5 എണ്ണം വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഒറ്റയാൻ എന്ന് വേണം പറയാം. ഒറ്റയാൻ ചീര കണ്ടോ. ഈ ചീര ഒറ്റയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി ആരും ഉണ്ടായില്ല. ഒറ്റയാൻ ചീരയുണ്ട്. ഇത് ചുവപ്പ് വെണ്ട ഉണ്ടാവുന്നുണ്ട്. മൊത്തത്തിൽ നമ്മളൊരു നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. നെറ്റിട്ടത് മറ്റൊന്നുമല്ല, നമുക്ക് പന്നിയുടെയും മയിലിൻ്റെയും ശല്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു രക്ഷപ്പെടാൻ നെറ്റ്. അതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ ചോളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉയരുമ്പോൾ എത്രമാത്രം വരുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ എള്ള് കൃഷി. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത അതേ എള്ള് കൃഷി. എള്ളൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നമ്മൾ കാലിന് വേണ്ടി വെച്ച മുളയാണ്. അവനും പിടിച്ചു കൊണ്ടാ, അവനും മുളച്ചു തുടങ്ങി. അപ്പുറത്ത് പച്ചക്കറിയാണെങ്കിൽ ഇപ്പുറത്ത് എള്ളാണ്. എള്ളൊക്കെ പൂത്തു കൊണ്ടാ, എള്ളൊക്കെ പൂത്ത് തുടങ്ങി. ചെറുതായിട്ട് കായൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഇപ്പുറത്ത് പോയാൽ പച്ചക്കറി. സോ പച്ചക്കറി ആദ്യം നമുക്ക് അറുത്ത് തുടങ്ങാം. ഇന്ന് പയറാണ് വളമെടുക്കാൻ പോണത്. പയർ വളമെടുത്ത് നോക്കാം. ഇന്നത്തേക്കുള്ള 1 ടൈം പയറായിട്ടുണ്ട്. ഇനി അടുത്ത പച്ച പയർ പിടിക്കാൻ പോവാം. കം. ഇത് കുറ്റിപ്പയറാണ്. കുറ്റിപ്പയർ വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഓക്കെ, അപ്പോൾ ഫ്രഷ് ചീര ഇല മാത്രം കട്ട് ചെയ്യാം.
സിംഗിൾ വഴുതനങ്ങ അവൻ വരുമ്പോൾ ബാക്കി കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ.